നമസ്കാരം. ജോലിയില്ലാത്തവരെ ചൂഷണം ചെയ്യാൻ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന വഴി അവർക്ക് തൊഴിൽ വാഗ്ദാനം നൽകി തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരിക എന്നതാണ്. തങ്ങളുടെ സാഹചര്യം കൊണ്ട് അത്തരക്കാരുടെ വാക്കുകളിൽ വിശ്വസിക്കുന്നവർ ചതിയിൽ കുടുങ്ങിയെന്ന് തിരിച്ചറിയാൻ ഏറെ വൈകുകയും ചെയ്യും. അത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ 2 യുവതികളെ അറസ്റ്റ് ചെയ്തപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഭോപ്പാലിലാണ് ഈ സംഭവം. ജോലി വാഗ്ദാനം ചെയ്ത് യുവതികളെ വലയിലാക്കി തുടർന്ന് ലൈംഗിക വൃത്തിക്ക് നിർബന്ധിക്കുകയും മതപരിവർത്തനത്തിന് വിധേയമാക്കുകയും ചെയ്ത കേസിലാണ് സഹോദരിമാരായ യുവതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതികൾക്ക് ജോലി നൽകുന്നുവെന്ന വ്യാജേന സെക്സ് റാക്കറ്റായിരുന്നു ഇവർ നടത്തി വന്നിരുന്നത്. അഫ്രീൻ എന്നീ യുവതികളെയും ഇവരുടെ സഹായിയായ ചന്ദൻ യാദവ് എന്ന യുവാവിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 21-32 വയസ്സുള്ള 2 യുവതികൾ ഞായറാഴ്ച രാത്രി ബാഗ്സവാനിയ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയതോടെയാണ് ക്രൂരത പുറംലോകം അറിഞ്ഞത്. തങ്ങൾക്ക് നേരിട്ട പീഡനങ്ങളെക്കുറിച്ചാണ് ഇവർ പരാതിയിൽ ആരോപിച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റ് 3 പ്രതികളായ ബിലാൽ, ചാനു, യാസിർ എന്നിവർ ഒളിവിലാണ്. ഇവർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അബ്ബാസ് നഗറിലെ ഒരു സാധാരണ ചേരിയിൽ താമസിച്ചിരുന്ന സഹോദരിമാർ അടുത്ത കാലത്തായി ഭോപ്പാലിലെ അത്യാഡംബര വില്ലയായ സാഗർ റോയൽ വില്ലയിലേക്ക് താമസം മാറിയതായും പോലീസ് കണ്ടെത്തി. യുവതികളെ ചൂഷണം ചെയ്ത് സമ്പാദിച്ച പണമാണ് ഈ ആഡംബര ജീവിതത്തിന് പിന്നിലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരമനുസരിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളെയായിരുന്നു ഇവർ ലക്ഷ്യമിട്ടിരുന്നത്. 10,000 രൂപ മാസശമ്പളം, താമസം, ഭക്ഷണം എന്നിവയ്ക്ക് പുറമെ ആഡംബര ജീവിതശൈലി വാഗ്ദാനം ചെയ്താണ് ഇവരെ വീട്ടുജോലിക്കായി ഇവർ വിളിച്ചിരുന്നത്. എന്നാൽ ജോലിക്കായി എത്തിയ പെൺകുട്ടികളുടെ ജീവിതം പിന്നീട് ഭയാനകമായ അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. പാർട്ടികളിലും പബ്ബുകളിലും ഇവർ പെൺകുട്ടികളെ എത്തിക്കും. അവിടെ വെച്ച് സമ്പന്നരായ പുരുഷന്മാരുമായി ഇടപഴകാൻ നിർബന്ധിച്ചിരുന്നതായും പരാതി നൽകിയ 2 യുവതികളും ആരോപിക്കുന്നു. ഇരകളെ മദ്യം കഴിക്കാനും മയക്കുമരുന്ന് ഉപയോഗിക്കാനും നിർബന്ധിച്ചിരുന്നതായി എഫ്ഐആറിൽ പറയുന്നുണ്ട്. പലപ്പോഴായി തങ്ങളെ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും പരാതിയിലുണ്ട്. ബ്യൂട്ടീഷ്യനായി ജോലി ചെയ്യുന്ന ഛത്തീസ്ഗഡിലെ മുംഗേലി ജില്ലയിൽ നിന്നുള്ള ഒരു യുവതി 2025 ഡിസംബറിൽ ജോലി ആവശ്യത്തിനെന്ന വ്യാജേന തന്നെ അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോയതായി പരാതിപ്പെട്ടു. അവിടെ വെച്ച് അമ്രീന് ബന്ധുവായ യാസിർ തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് യുവതി പറയുന്നു. കൂടാതെ ബിലാലും ഷാനുവും വ്യത്യസ്ത സമയങ്ങളിൽ തങ്ങളെ ഉപദ്രവിച്ചതായും അവർ വെളിപ്പെടുത്തി. അമ്രീൻ്റെ വീട്ടിൽ വീട്ടുജോലിക്കാരിയായിരുന്ന 2ാമത്തെ പരാതിക്കാരെയും ക്രൂരമായ പീഡന വിവരങ്ങളാണ് പോലീസിനോട് വെളിപ്പെടുത്തിയത്. തന്നെ നാരായണ നഗറിലുള്ള ചന്ദൻ യാദവിൻ്റെ സഹോദരിയുടെ വീട്ടിൽ തനിച്ചാക്കിയെന്നും അവിടെ വെച്ച് ചന്ദൻ ബലാത്സംഗം ചെയ്തുവെന്നും യുവതി പറഞ്ഞു. ക്രൂരകൃത്യം പുറത്തു പറഞ്ഞാൽ കൊലപ്പെടുത്തുമെന്നും സാമൂഹ്യ മാധ്യമത്തിൽ അപമാനിക്കുമെന്നും പ്രതികൾ ഭീഷണിപ്പെടുത്തിയതായും യുവതി മൊഴി നൽകി. പീഡനത്തിനൊപ്പം തന്നെ ഇരകളെ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാക്കിയെന്ന അതീവ ഗൗരവകരമായ വെളിപ്പെടുത്തലുകളും കേസിൽ പുറത്തു വരുന്നുണ്ട്. നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാക്കിയെന്ന എഫ്ഐആറിലാണ് വിവരങ്ങളുള്ളത്. താൻ മതം മാറിയെന്നും അതിനാൽ യുവതിയോട് ഇസ്ലാം മതം സ്വീകരിക്കാൻ പ്രതികളിൽ ഒരാളായ ചന്ദൻ യാദവ് ആവശ്യപ്പെട്ടതായിട്ടാണ് വിവരം. മതം അറിയാൽ നല്ലൊരു കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിച്ച് നൽകാമെന്ന് ഇയാൾ വാഗ്ദാനം ചെയ്തു. പ്രതികളുടെ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് താൻ മതം മാറിയതെന്നും ഇതിനുശേഷം ബുർക്ക ധരിക്കാനും നിസ്കരിക്കാനും തന്നെ നിർബന്ധിച്ചിരുന്നതായി യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നിർബന്ധിത മതപരിവർത്തനം, ബലാത്സംഗം എന്നിവ ചുമത്തി കേസെടുത്ത പോലീസ് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണ്. തിങ്കളാഴ്ച നടന്ന അറസ്റ്റിനിടെ അഫ്രീൻ, ചന്ദൻ എന്നിവരുടെ മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു. അമ്രീൻ്റെ ഫോണിൽ നിന്ന് സംശയാസ്പദമായ നിരവധി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇതിൽ ഒട്ടേറെ യുവതികളുടെ ചിത്രങ്ങളുണ്ടായിരുന്നു. വിവിധ കാരണങ്ങൾ പറഞ്ഞ് തങ്ങളെ ഗുജറാത്തിലേക്കും മുംബൈയിലേക്കും കൊണ്ടുപോയിരുന്നതായും അവിടെ വെച്ച് അപരിചിതർക്ക് പരിചയപ്പെടുത്തിയിരുന്നതായി ഇരകൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനാൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ തട്ടിപ്പ് ശൃംഖല വ്യാപിച്ചു കിടക്കുകയാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ജോലി ഉപേക്ഷിച്ച് പോകുമെന്ന് പറഞ്ഞപ്പോഴെല്ലാം തങ്ങളെ ഭീഷണിപ്പെടുത്തിയിരുന്നതായിട്ടാണ് യുവതികൾ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. തങ്ങളുടെ മോശം സാഹചര്യത്തിലുള്ള ചിത്രങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നതായി യുവതികൾ ആരോപിച്ചു. ബാഗ്സവാനിയ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതായി അഡീഷണൽ DCP ഗൗതം സോളങ്കി സ്ഥിരീകരിച്ചു. യുവതിയുടെ പരാതിയിൽ ബലാത്സംഗത്തിന് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം നടന്നു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിയുടെ വീട്ടിൽ വീട്ടുജോലിക്കാരിയായി ജോലി ചെയ്തിരുന്നയാളാണ് ഇര. പ്രതികളെ ചോദ്യം ചെയ്ത് വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ അതോ അന്തർ സംസ്ഥാന ശൃംഖലയുടെ ഭാഗമാണോ എന്ന് കണ്ടെത്താൻ പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ, യാത്രാ വിവരങ്ങൾ, ഡിജിറ്റൽ ആശയവിനിമയങ്ങൾ എന്നിവ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി.